ഹോർമുസ് കടലിടുക്കിൽ ആശങ്കകൾ തുടരുകയാണ്. അമേരിക്ക തങ്ങളുടെ നിലപാട് മാറ്റാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ സമിതി മേധാവി മൊഹസിൻ റസായി അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലിന് നേരെ US വീണ്ടും ആക്രമണം നടത്തിയതോടെയാണ് റസായിയുടെ പ്രതികരണം പുറത്തുവന്നത്. ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിച്ച കപ്പലിനെയാണ് അമേരിക്ക ആക്രമിച്ചത്. പനാമയുടെ പതാക വഹിച്ച കപ്പലിന് നേരെ വെടിയുതിർത്ത് പ്രവർത്തനം തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ടെഹ്റാനിലെത്തിയ പാക് നേതാക്കൾ ഇറാൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ടെഹ്റാനിലെത്തിയ പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ സന്ദർശിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചയ്ക്കായി ഇറാൻ സംഘം വൈകാതെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇറാൻ നേതാക്കളെ പാക് നേതൃത്വം ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിക്കണമോ എന്നതിൽ ഉചിതമായ സമയം നോക്കി തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. US ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷവും എന്തെങ്കിലും കരാറിൽ ഉടൻ എത്തിച്ചേരുമെന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ചർച്ചകളിലെ മധ്യസ്ഥരിലൊരാളായ പാകിസ്ഥാൻ അവകാശപ്പെടുന്നതും. USഉം ഇറാനും കരാറിനോട് അടുക്കുകയാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ബ്ലൂംബർഗിനോട് സംസാരിക്കവെ വ്യക്തമാക്കി. കരാറിനോട് ഇരുപക്ഷവും അടുത്തതായാണ് കഴിഞ്ഞ 2-3 ദിവസത്തെ സൂചനകളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇറാൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതികരണവും എത്തിയത്. US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ചർച്ചകളാണ് ടെഹ്റാനിൽ നടക്കുന്നത്. നഖ്വിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഇറാൻ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരാക്ചി തന്റെ ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അരാക്ചി പങ്കുവച്ചതുമില്ല. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നേറുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഈ വിഷയത്തിൽ ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചയിൽ മുന്നേറ്റമുണ്ടായതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകളിൽ മധ്യസ്ഥരാണ് ഖത്തറും പാകിസ്ഥാനും. അതേസമയം ഇറാനിൽ നിന്ന് സാമ്പത്തിക നഷ്ടപരിഹാരം വേണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഈ കാര്യം ആവശ്യപ്പെട്ടത്. ഇറാന്റെ റോഡ് സൈഡ് ബോംബുകൾ കാരണം കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ഞാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ട്രൂത്ത് പോസ്റ്റിൽ ട്രംപ് കുറിച്ചത്. കഴിഞ്ഞ 50 വർഷത്തിനിടെ ഇറാൻ സർക്കാർ കൊലപ്പെടുത്തിയ ലക്ഷക്കണക്കിന് നിരപരാധികളായ പ്രതിഷേധക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ട്രംപിന്റെ പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. USന്റെ ആക്രമണവും ഉപരോധവും പൂർണ്ണമായി അവസാനിപ്പിക്കുക, മരവിപ്പിച്ച ആസ്തികൾ മോചിപ്പിക്കുക, പ്രാദേശിക വെടിനിർത്തൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹോർമുസ് തുറക്കാൻ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ നിബന്ധനകളെല്ലാം പാലിക്കപ്പെടുന്നത് വരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.